ഉപ്പളയിൽ പൂവാനശല്യം രൂക്ഷമെന്ന് പരാതി. ബസ് സ്റ്റാൻഡിൽ അനാവശ്യമായി തമ്പടിക്കുന്നവരെ പോലീസ് നിയന്ത്രിക്കുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട്. അതിനിടെ ബസ്സിൽ വെച്ച് യുവതിയെ ശല്യം ചെയ്ത യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. ബസ് സ്റ്റാൻഡിലെ യാത്രക്കാരുടെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ മണിക്കൂറുകളോളമാണ് പല ആളുകളും അനാവശ്യമായി തമ്പടിക്കുന്നത്. തൊട്ടടുത്തു തന്നെ പോലീസ് ഹെഡ് പോസ്റ്റ് ഉണ്ടെങ്കിലും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനോ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഇരിക്കുന്നവരെ ചോദ്യം ചെയ്ത് പറഞ്ഞുവിടാനോ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്നും തലപ്പാടിയിലേക്ക് പോവുകയായിരുന്ന ബസ്സിൽ വെച്ച് ഒരു യുവാവ് യുവതിയോട് മോശമായി പെരുമാറിയ സംഭവമുണ്ടായി. ബസ് പുറപ്പെട്ടതു മുതൽ തന്നെ ഇയാൾ അപമര്യാദയായി പെരുമാറാൻ തുടങ്ങിയിരുന്നു അത്രേ. ഇതിനെതിരെ യുവതി കടുത്ത രീതിയിൽ പ്രതികരിച്ചിട്ടും അതൊന്നും വകവെക്കാതെ ശല്യം തുടരുകയായിരുന്നുവെന്നും പറയുന്നു. ഒടുവിൽ പൊറുതിമുട്ടിയ യുവതി ബന്ധുക്കളെ വിവരമറിയിക്കുകയും ഉപ്പള ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നാട്ടുകാരുടെ സഹായത്തോടെ യുവാവിനെ പിടികൂടി ഉപ്പള പോലീസ് കൺട്രോൾ റൂമിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. വിവരമറിഞ്ഞയുടൻ സ്ഥലത്തെത്തിയ മഞ്ചേശ്വരം പോലീസ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വദേശിയായ ഇബ്രാഹിം എന്ന ഈ 43-കാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. ദിവസേന നൂറുകണക്കിന് വിദ്യാർത്ഥിനികളും സ്ത്രീകളും വന്നുപോകുന്ന ഉപ്പള ബസ് സ്റ്റാൻഡിൽ പലതരത്തിലുള്ള വെല്ലുവിളികളാണ് സാമൂഹ്യദ്രോഹികളിൽ നിന്നും ഇവർക്കെല്ലാം നേരിടേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കേറിയ ഈ ജനശിലാകേന്ദ്രത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്നാണ് യാത്രക്കാരും ഒപ്പം ഇവിടുത്തെ വ്യാപാരികളും ആവശ്യപ്പെടുന്നത്. എയ്ഡ് പോസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി ബസ് സ്റ്റാൻഡിൽ അനാവശ്യമായി തമ്പടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചാൽ തന്നെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള പരിഹാരമാകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു.